വാർത്തയിലേക്ക്. ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുൻകൂർ നോട്ടീസ് നൽകാതെ ഒരു വോട്ടർമാരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ന്യായീകരണം. SIR പ്രക്രിയയിലെ ക്രമക്കേടുകൾക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യം നാളെ പ്രതിഷേധ മാർച്ച് നടത്തും. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നാവശ്യവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും രംഗത്തെത്തി. ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ പ്രതിഷേധം ശക്തമായിരിക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ബീഹാർ കരട് വോട്ടർ പട്ടികയിൽ 65 ലക്ഷം വോട്ടർമാരെ കാരണങ്ങൾ വെളിപ്പെടുത്താതെ പുറത്താക്കിയെന്ന അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസിന്റെ ഹർജിക്കെതിരെയാണ് സത്യവാങ്മൂലം. മുൻകൂർ അറിയിപ്പ് നൽകാതെ അർഹതപ്പെട്ട വോട്ടർമാരെ പുറത്താക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിച്ചു. വോട്ടർമാരുടെ വാദം കേൾക്കാൻ അവസരം നൽകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. വോട്ടർമാരെ സഹായിക്കുന്നതിനായി വോളണ്ടിയർമാരെ വിന്യസിച്ചിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. അതേസമയം ലക്ഷക്കണക്കിന് വോട്ടർമാരെ പുറന്തള്ളിയതിന്റെ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടില്ല. SIR പ്രക്രിയ ഏറ്റെടുക്കുന്നതിനു മുന്നേ രാഷ്ട്രീയ പാർട്ടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്തണമായിരുന്നുവെന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. SIR പോലുള്ള ഇത് വളരെ രഹസ്യാത്മകമായി ചെയ്തു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യാതെ ചെയ്തു എന്നുള്ളത് തന്നെ ഇവർക്കെന്തോ ദുരുദ്ദേശമുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. അപ്പോൾ BJP ഭരണത്തിൻ്റെ ഒരു അനുബന്ധത്തെ പോലെയാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റിലും ഇതിനെതിരെ കടുത്ത പ്രതിഷേധം പ്രതിപക്ഷമുയർത്തിയെങ്കിലും കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായില്ല. പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നാളെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യം പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണത്തിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം തുടരുകയാണ്. തെറ്റായ ആരോപണങ്ങളിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിക്കുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.